ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മൾ ബോട്ടിലായിട്ടല്ലോ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിള്, പഴയ സ്റ്റഡി ടേബിളിന് പുതിയൊരു മേക്ക് ഓവർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റഡി ടേബിള്. അപ്പോൾ ഇതിൽ എന്താ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് കണ്ടോ, ആകെ സ്ക്രാച്ചൊക്കെ വീണ് അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോയി. ഇപ്പോൾ ഇതൊരു കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് ഈ ഒരു സ്റ്റഡി ടേബിള് നമ്മൾ മേടിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഓൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ വിനൈൽ ഷീറ്റ് അല്ലെങ്കിൽ PVC ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റാണ്. ഇത് പല കളേഴ്സിലും പല ഡിസൈൻസിലും നമുക്ക് കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കളർ ഷീറ്റാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വുഡിൻ്റെ ഒരു ടെക്സ്ചറും ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഡൈനിങ് ടേബിൾ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ മേക്ക് ഓവർ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഷീറ്റിൻ്റെ ബാക്കിൽ കണ്ടോ ഇതുപോലൊരു സ്റ്റിക്കർ ഉണ്ട്. ഈ സ്റ്റിക്കർ നമ്മൾ പറിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. കണ്ടോ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് ഒട്ടിക്കാനായിട്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഡോറിൻ്റെ ഭാഗത്ത് ഒട്ടിക്കുന്നത് ചെയ്യാം കേട്ടോ. ബാക്കി ഭാഗങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഒട്ടിച്ചു, വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഒരു ഷീറ്റ് ഇങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് അതിൻ്റെ ബാക്കിലത്തെ ആ സ്റ്റിക്കർ നമ്മളിതാ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാണ്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടും കണ്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റിക്കിംഗ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മളിതാ കറക്റ്റായിട്ട് വെച്ചിട്ട് മുകളിലത്തെ ഭാഗം ഞാൻ കുറച്ച് ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ ഡോറ് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് ഒരേ ലെവലിൽ വെച്ചിട്ട് നമ്മളിതിനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതാ ഇതുപോലെ ആദ്യത്തെ സെറ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കണം, എന്നിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് വെച്ച് ബബിൾസ് ഒന്നും വരാതെ നല്ല വൃത്തിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് തുടക്കം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ സ്റ്റിക്കർ അടുത്ത ഹാൻഡ്സ് വെച്ചിട്ട് ആ താഴത്തെ സ്റ്റിക്കർ നമ്മൾ വലിച്ചു കൊടുക്കുക. കണ്ടോ അത് താഴത്തെ സ്റ്റിക്കർ ഞാൻ വലിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഈ കൈ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പറോ എന്തെങ്കിലും കാർഡ്ബോർഡിൻ്റെ പീസോ വെച്ച് ആക്കിയാലും മതി. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ഡോറ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും വരെയാണ് ഈ ഡോറിൻ്റെ ഒരു ഇത് നിൽക്കുന്നത്. ഇനി ഈ ഡോറിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും വരെ നമ്മൾ ഒട്ടിച്ചിട്ട് ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ഡോറ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു തെർമോക്കോൾ കട്ടർ യൂസ് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ ഒരു ക്രാഫ്റ്റ് നൈഫാണ് യൂസ് ചെയ്യുന്നത്. അതുപോലത്തെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ കട്ടായിക്കോളൂ കേട്ടോ. സിസേഴ്സിനേക്കാളും നല്ലത് ഇതാണ്. അല്ലെങ്കിൽ നമ്മളുടെ കത്തി നല്ല ഷാർപ്പായിട്ടുള്ള കത്തി ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഡോറിൻ്റെ ആ സൈസിൽ നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കേട്ടോ. ഇപ്പം നമ്മളുടെ ഇതൊരു ഡോറിനാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്ത് അവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെയാണ് അപ്പുറത്തും വരച്ചു കൊടുത്തത്. വരയ്ക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വിട്ട് പോരും കണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഡോറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നിൽക്കുന്നത് പതുക്കെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കതിങ്ങനെ എഡ്ജ് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കില്ല, നന്നായിട്ടിരിക്കും. ഓൾറെഡി ബുക്സൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ താഴെയും കൂടെ ഒട്ടിക്കുന്നത് ഒന്നും കൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇതുപോലെ ഒട്ടിക്കുകയാണ്. നമുക്ക് ആ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബ്രൗൺ പോലത്തെ ഒരു കളറ് ഓൾറെഡി ഉള്ളത് ഞാൻ ഡിവിഷൻ കൊടുത്തിരിക്കുന്നതാണ്. അത് ഞാൻ കളയുന്നില്ല കേട്ടോ. അതിപ്പോൾ ഇത് നോക്കൂ, ഇവിടെ ഇങ്ങനെ ആ ഒരു ബ്രൗൺ കളറിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഡിസൈനിന് ആദ്യം ഞാൻ ഒട്ടിച്ചിട്ട് അവിടെ നമ്മൾ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ആ നൈഫ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കീറിപ്പോന്നോളും. എന്നിട്ട് ആ സ്റ്റിക്കർ നമ്മൾ അത്രയും പോർഷൻ നമുക്കപ്പോൾ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കറക്റ്റ് ലെവല് നമുക്ക് കിട്ടും കണ്ടോ. അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ തെർമോക്കോൾ കട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പതുക്കെ ഒരു നൈഫ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ അത് ആ ഡിസൈൻ വെച്ചിട്ട് ആ ഭാഗം അത്രയും നമ്മൾ ശരിക്കും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ബാക്കിയുള്ള ഈ പോർഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു മേക്ക് ഓവർ ഐഡിയ ആണ് ഇത്. ഈ ഒരു PVC ഷീറ്റ് അല്ലെങ്കിൽ വിനൈൽ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ഹോൾഡർ ഉണ്ട്. നമ്മൾ
ക്യാബിനൊക്കെ ഓപ്പൺ ചെയ്യുന്ന ക്യാബിൻ ഹോൾഡർ ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ അത് നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ ആ ഭാഗവും കറക്റ്റായിട്ട് പിടിച്ചിട്ട് അവിടെ നമ്മൾ ആദ്യം ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ, ആ നോബ് കയറുന്നത് മാത്രം ക്യാബിൻ്റെ. എന്നിട്ട് ഇതുപോലെ വെച്ച് മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വന്നിട്ട് അതിൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടാവുമല്ലോ, ആ സൈഡ് ഭാഗം നമ്മൾ നേരത്തെ അവിടെ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ പതുക്കെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ. അപ്പോൾ അതിങ്ങനെ കട്ടായി ആ നോബും ഓക്കെ ആയിട്ട് വരും. എന്നിട്ട് എല്ലാ ഭാഗവും കറക്റ്റാക്കി വയ്ക്കുക. അപ്പോൾ നോബിൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ചെയ്താൽ മതി. സെയിം പോലെ തന്നെ പ്രസ് ചെയ്ത് നമ്മൾ താഴത്തോട്ട് അതിൻ്റെ സ്റ്റിക്കർ വലിക്കുക, ഇത് പ്രസ് ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ്. എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ അതായത് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ താഴത്തെ ഭാഗവും ഇതാ കണ്ടോ, ഇവിടെ ഒരു ബ്രൗൺ കളർ ഉണ്ട്, അതും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ടാണ് അതിൻ്റെ അടിയിലത്തെ ഭാഗം ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ, എന്നാലാണ് കറക്റ്റ് സൈസ് കിട്ടുള്ളൂ. ഇവിടെയും നമ്മളത് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് മൊത്തമായിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം കണ്ടോ. അപ്പോൾ ആ ബ്രൗൺ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇത്തിരീശ് നിൽക്കുന്നുണ്ടാവും, അത് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ നല്ല കവറായിട്ട് നിന്നോളും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കട്ട് ചെയ്ത മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഉള്ളിലോട്ട് മറച്ചു വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഈ സ്റ്റഡി ടേബിൾ മൊത്തം എന്താ കളറ് മാറ്റിയെടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇതിൻ്റെ ഈ താഴത്തെ ഈ ഭാഗത്തും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇതാ ഇങ്ങനെ നമുക്ക് പുറത്ത് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയും ഞാൻ കുറച്ച് ഇതിങ്ങനെ തുറന്ന് വെച്ച് എഴുതുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ കൊടുത്തു. ഉള്ളിലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് ഐറ്റംസ്, മോൻ്റെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ്, സ്കൂളിലേക്ക് ആവശ്യമുള്ള പെന്നുകൾ, സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെറുതെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഏരിയ പോലെ ഉണ്ട്, അപ്പോൾ അതിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂളിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ സ്റ്റോറേജ് ഉണ്ട്, അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് എഴുതുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഇതിലിരുന്നിട്ട് നമുക്ക് പഠിക്കുക, എഴുതുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങനെ സ്പേസും ഒരുപാട് പോവില്ല, ചെറിയൊരു സ്പേസ് മാത്രമേ പോളൂ. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ബ്രൗൺ കളേഴ്സ് ഞാൻ ഒന്നിൻ്റെയും കളഞ്ഞിട്ടില്ല, അത് ഓൾറെഡി അതുമ്പോൾ തന്നെയുള്ള കളറാണ്, ഒരു ഡിവിഷൻ പോലെ. അതൊരു ഭംഗിയായിട്ടിരുന്നപ്പോൾ അതങ്ങനെ ചെയ്താണ്. ഇവിടെയുണ്ട് അതുപോലെ കളേഴ്സ്. ആ കളേഴ്സ് എല്ലായിടത്തും ഞാൻ സെയിം തന്നെയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതുപോലെ നമ്മുടെ ക്യാബിനറ്റ്സിന് 3 ഡോറുണ്ട്, അപ്പോൾ അത് 3 നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തും കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ സ്പേസ് ഉണ്ട്, അപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലത്തെ തന്നെ ഒരു ഷീറ്റ് ഒട്ടിച്ചതാണ്. സെയിം ഷീറ്റ് ഇല്ല എൻ്റെ അടുത്ത്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറൊരു ഷീറ്റ് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് ഇതിലിങ്ങനെ വെറുതെ ഓപ്പൺ ബോക്സ് പോലെ വെച്ചേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് 2 ഇതുണ്ട്, അപ്പോൾ അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. എൻ്റെ ഇതിൽ കുറച്ച് സ്കൂളിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഫയലുകൾ, അതുപോലെ സ്ലേറ്റുകൾ, യൂസ് ചെയ്യുന്ന സ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ അവിടെ താഴെ ഇങ്ങനെ സ്റ്റോറേജ് പോലെ ഇങ്ങനെ നന്നായിട്ട് നിറച്ചിടും, അപ്പോൾ അതുകൊണ്ടാണിത്. പിന്നെ ഇത് ഫ്ലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഇതുകളൊക്കെ നമുക്ക് ഇതാക്കുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന സ്കെച്ച് പെൻസും പെൻസിൽസൊക്കെ വളരെ കുറച്ച് മാത്രം, സ്കൂളിലോട്ടല്ല വീട്ടിലത്തെ എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന പെൻസിൽസും സ്കെച്ച് പെൻസും അതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് സ്കൂളിലോട്ട് വേണ്ട ഫയലുകളൊന്നും വേണ്ട, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിറച്ച് പഴയതായിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ അതിലോട്ട് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് മോൻ ചെയ്ത പേപ്പർ ആർട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊരു ബാഗിലിട്ടിട്ട് അതും ഈ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വലിച്ചെടുക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിൽ വെക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അതിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വെക്കുകയാണ്. താഴെ ഇപ്പോൾ ഈ സ്റ്റഡി ടേബിളിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഓൾമോസ്റ്റ് അതിൽ വെച്ചു കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സ്പേസും പോവില്ല, അങ്ങനെ വൃത്തികേടായിട്ട് കെടുക്കില്ല, അല്ലെങ്കിൽ ഇവർ അതിട്ട് ആകെ വൃത്തികേടൊക്കെ ആക്കി വെക്കും. അപ്പോൾ അതുപോലെ വെച്ച് ഇതുപോലെ തന്നെ മുകളിലും ഞാനൊരു പീസ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതും മോൻ്റെ തന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ആ സ്റ്റഡി ടേബിളിൻ്റെ താഴെ അവൻ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാനിതുപോലൊരു വെച്ചിട്ട് അവിടെയും പാകത്തിനുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചു. പിന്നെ ഇപ്പോൾ അതാ ഈ ഒരു സ്ലേറ്റ് അങ്ങനെ. ഇനിയിപ്പോൾ താഴത്തെ സ്പേസ് ഉണ്ട്, അവിടെ നമുക്കൊരു ബോക്സും കൂടെ വെക്കണം. അതിന് പറ്റിയൊരു ബോക്സ് കിട്ടാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുള്ള് ആയിട്ടുള്ള ഇത് കാണാം. ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫുള്ള് നമ്മൾ കൊടുത്തെടുത്തിട്ടുള്ളത്. ഫുൾ മേക്ക് ഓവർ ചെയ്തു, നല്ല വ്യത്യാസമുണ്ട്. ആദ്യത്തെ പിക്ചറിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ വെറുതെ ഒരു നമ്മൾ ചെയ്ത ബോട്ടിലാട്ട് വെച്ചു. ഇത് സ്കൂളിലോട്ട് ചെയ്ത ഒരു ആർട്ടാണ്, ഇത് മോൻ ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വെച്ചു. പിന്നെ ഒരു പെൻസിൽസൊക്കെ വെച്ചിട്ടുള്ള ഒരു പെൻസിൽ ബോക്സിൽ പെൻസിൽസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാഗ്, അത് നാഷണൽ ഡേക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഫ്ലാഗാണ്, അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഭാഗമുണ്ട്, അപ്പോൾ ഇതിൽ ഞാനൊരു വെറുതെ എൻ്റെ ഒരു ആർട്ട് വെച്ചതാണ്.
ഒന്ന് ഡെക്കോർ ചെയ്യാമെന്ന് വെച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അവിടെ ഒരു എക്സൽ വെച്ചൊരു ആർട്ട് വെച്ചു, അതുപോലെ തന്നെ ഒരു ഫ്ലവറും വെച്ച് കൊടുത്ത് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നമുക്കൊരു ഭംഗിയുള്ളൊരു ഇത് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ മുകളിൽ ഒരു കാര്യം കൂടി ചെയ്തു. മുകളിൽ ഇതുപോലെ നോട്ടീസ് ബോർഡ് പോലെ ഒരു ഇത് ചെയ്തു. അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ സെയിം പേപ്പർ തന്നെ ഒട്ടിച്ചു കൊടുത്തു, നമ്മുടെ ടേബിളിൽ ഒട്ടിച്ചത്. എന്നിട്ട് അതിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസസ് കൊടുത്തേക്കാണ്. ഇതൊക്കെ മോൻ ഇടയ്ക്ക് ഡ്രോയിങ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ച് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് പറക്കുമ്പോൾ നമ്മുടെ വോളുമ്മൽ അത് ഭയങ്കര വൃത്തികേടാവാറുണ്ട്, പെയിൻ്റൊക്കെ റിമൂവ് ആവാനൊക്കെ ഉള്ള ഇതുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു സ്റ്റിക്കറും ഒട്ടിച്ച് കൊടുക്കാമല്ലോ നമ്മൾ എത്തുമ്പോൾ. അപ്പോൾ അതാവുമ്പോൾ പ്രശ്നമില്ല, റിമൂവ് ചെയ്യാം, വേറെ ഒട്ടിക്കാം, ഒക്കെ ചെയ്യാം. ഈ വിനൈൽ ഷീറ്റ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോരാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇതൊക്കെ മോൻ അവിടെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ പണ്ടേ ഒട്ടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു ആർട്ടും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വോൾ ആർട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഫുൾ ലുക്ക് ഇതാണ്. നമ്മളുടെ ഇതിൻ്റെ കണ്ടോ, ഈ ഒരു ലുക്കിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വാൽക്കണ്ണാടിയുടെയൊക്കെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതെ ആ ഒരു വോളൊന്ന് ഫില്ല് ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇതിൻ്റെ താഴെയും കൂടെ നമുക്കൊരു ബോക്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. സെയിം കളർ തന്നെ കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതേ സെയിം തന്നെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. സെയിം കളർ തന്നെ ബോക്സ് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അറിയില്ല, നമുക്ക് സെപ്പറേറ്റ് നമ്മൾ വെച്ചാണെന്ന് അറിയില്ലല്ലോ, നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ കാർഡ്ബോർഡ് കിട്ടിയാൽ അതുപോലെ വെക്കണം. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ ഇപ്പോഴത്തെ സമയത്ത്. കുട്ടികൾ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയുള്ള പഠിപ്പുകളും ഓൺലൈൻ ക്ലാസ്സസൊക്കെയാണ്. അപ്പോൾ അവർക്കൊരു ചെറിയ മേക്ക് ഓവർ, അവർക്കൊരു വ്യത്യസ്തത ഒക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു ലുക്കൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അധികം വിലയൊന്നും ഇല്ല, ഈ വിനൈൽ ഷീറ്റ് മേടിക്കാനും കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.